പറയുന്നത് തന്തേനെ വിറ്റ് കളിക്കരുത്. അതല്ല കോമഡി. തന്തേനെ വിട്ട് നീ കളിക്കരുത് വിവി. അത് ഞാൻ പണ്ടേ കളിച്ചു വിട്ടതാണ്. നീ എന്നാ മോനെ ഉദ്ദേശിക്കുന്നേ? നീ എന്നെ ഈ പറയുന്നേ? നീ തന്തേനെ വിട്ട് സായി, ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇനി എന്റെ നെഞ്ചത്തോട്ട് വരരുത്. ഞാൻ പറയുന്നത് നീ നിന്റെ വീഡിയോയിൽ പറയുന്ന കാര്യമായത്. കണ്ണാപ്പിക്കുറ്റ കണ്ണാപ്പിക്കുറ്റ എന്തേ നീ വരാനായി വൈകിയത്? പേടിച്ചു പോയി ഞാൻ നീ വരാതിരുന്നേൽ അടുത്ത മാസം ഞാൻ പട്ടിണി. അടുത്ത മാസം ഞാൻ പട്ടിണി. കേരളത്തിൽ ഇത്രയും എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ദ വൺ ആൻഡ് ഓൺലി യൂട്യൂബർ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ്. അണ്ണന്റെ എത്തിക്സ് അതാണ് മക്കളെ. എത്തിക്സ്, ഇത്ര എത്തിക്സ് ഉള്ള ഒരു യൂട്യൂബർ, സത്യം കേട്ടോ, ഇത്ര എത്തിക്സ് ഉള്ള ഒരു യൂട്യൂബർ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഉണ്ടായിരിക്കത്തില്ല മോനെ. ഓരോ കാര്യത്തിലും അണ്ണൻ കൊടുക്കുന്ന ആ ഒരു വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓരോരുത്തരെയും കൊടുക്കുന്ന റെസ്പെക്ട് വേറൊരാളും കേരളത്തിൽ ഒരാളും അങ്ങനെ ചെയ്യല്ല. ഉറപ്പുള്ള കാര്യമാണ്. അത്രയ്ക്കും വില ഒരാൾക്കും കൊടുക്കത്തില്ല. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ മനസ്സിലാവും കേട്ടോ. നമുക്ക് അതിനകത്തോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പൊ ഈ വീഡിയോ കുറച്ച് ചിലപ്പം ഇച്ചിരി കൂടുതലായിരിക്കട്ടെ, കുറച്ച് മിനിറ്റ്സുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ വിവി ഹിയർ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടല്ലോ. ഇന്ന് ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തപ്പം ഈ വിവിയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എടേ, അപ്പൊ അത് കുറെ പേർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. കുറെ പേര് വന്നിട്ട് നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്തതെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞവരോടാണ്, എടാ മോനെ നിങ്ങൾക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടാ. ഞാൻ ഒരു കാരണവശാലും അവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാവാതെ? എന്നിട്ട് കുറെ പേർക്ക് കമന്റ് റിപ്ലൈ കൊടുത്ത്, എടേ ഒന്നുകൂടെ നിങ്ങൾ കേക്ക് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ഇത് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ കാരണം ഇതിനകത്തും വിവിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാരണവശാലും വിവി എന്ന് പറയുന്ന വ്യക്തി അവൻ ചെയ്ത ഈ വോയിസ് ക്ലിപ്പ് എടുത്തു വെച്ചിട്ടുള്ള പരിപാടി ഞാൻ ഇതിനെ ഒന്നും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഞാൻ എന്റെ പഴയ വീഡിയോകൾ നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വിവി എന്ന് പറയുന്ന കൂട്ടുകാരൻ, നമ്മൾ ഈ ഹോമിയോ മരുന്ന് ചുമ്മായിരുന്നു നമ്മൾ കഴിക്കുന്നത്. നല്ല രസമാണ് ഈ മധുര ഹോമിയോ മരുന്ന്. അപ്പൊ ഞാനൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല രസമാണ്, മധുരത്തിനെടുത്ത് ഇങ്ങനെ തിന്നും. അതേ കണക്കാണ് ഇവ മറ്റേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ജാസ്മിൻ ചേച്ചിയെ പറ്റി, ഉച്ചക്കത്തെ മറ്റേ ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ജാസ്മിൻ ചേച്ചിയെ പറ്റി, വൈകിട്ടത്തെ ഡിന്നർ കഴിഞ്ഞ ഉടനെ ജാസ്മിൻ ചേച്ചിയെ പറ്റി, ഇങ്ങനെ അങ്ങ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേ ഞാൻ എന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവൻ വേറെ ആരെയും പറ്റി എന്തോ ഒന്നും ചെയ്യാത്തതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നേ. ആ ചോദിച്ച ഞാൻ എങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഈ കുറെ എണ്ണം പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇപ്പോ അവന് കാണിച്ച കാര്യത്തിൽ അവന് പണി കിട്ടി. എന്നാൽ അത് ഉപയോഗിച്ച് അവന് കിട്ടിയ പണിയെ കുറച്ച് പേർ ആവശ്യമില്ലാതെ അവനിട്ട് കൊട്ടുകൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ഇന്നുമായിട്ട് പുറത്തിറങ്ങി. ഇത്രയും ദിവസം ഈ ചേട്ടന്, ഈ അണ്ണന്, ഈ വീഡിയോ ഇട്ട അണ്ണന് ഈ വ്യക്തിയെ പറ്റി ഒന്നും പറയാനില്ലായിരുന്നു. ഇപ്പൊ അവനൊന്ന് കുടുങ്ങി, കിട്ടി അവന് പണി. അവൻ കാണിച്ചാൽ അവന് കിട്ടും കർമ്മ. അവനത് കാണിച്ചപ്പോഴത്തേക്ക് അത് വോയിസ് ക്ലിപ്പ് അവൻ പലരും പറഞ്ഞ് ഞാനും കേട്ടതാട്ടെ. എനിക്ക് അവനെ പേഴ്സണലി അറിയാത്ത, അവനെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല, ആ മോനെ ഞാൻ എല്ലാത്തിനും പണി കൊടുത്തറാ, എല്ലാ വോയിസ് ക്ലിപ്പും ഇട്ട് കൊടുത്തറാ, അതുകൊണ്ട് എന്നെ പോലീസ് പിടിച്ചു. ഇതൊന്നും അവൻ പറഞ്ഞൊന്നും അല്ലടേ. ഈ നമ്മൾ കാണുന്നതാ, കേൾക്കുന്നതാ. കാണുന്നതെന്നല്ല, ഓരോ ആൾക്കാരാ കാണുന്നതും കേൾക്കുന്നതും. ഓരോ ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ അറിയുന്നതാ. അപ്പൊ അങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് അണ്ണനെ കിട്ടി. പക്ഷെ അത് ആ കിട്ടിയ ടൈമിൽ തന്നെ ഈ ഒരു അണ്ണന്റെ ഒരു വീഡിയോ ചെയ്തു. എന്റെ ആ മോനെ, ഞാനത് നിങ്ങളോട് നേരത്തെ പറഞ്ഞോണ്ടെന്ന് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞോണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെളുപ്പിക്കാൻ ടൈം വരുമ്പോൾ അവൾ ഇറങ്ങും വെളുപ്പിക്കാനായിട്ട്. അങ്ങനെ ടൈം വന്നു, ഇറങ്ങി. ദ സൂപ്പർ സ്റ്റാർ ഓഫ് കേരള. എന്റെ പൊന്നണ്ണ, ഞാൻ വീഡിയോ ഇട്ടെന്നും പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ അണ്ണന്റെ വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് വെച്ച് വീഡിയോ ചെയ്ത് അണ്ണനെ വിമർശിക്കുന്നെന്നും പറഞ്ഞ് എന്റെ നെഞ്ചത്ത് കയറാൻ പറയല്ലേ. എനിക്ക് പേടിയാണ് അണ്ണൻ ചിലപ്പോ ഇടിച്ചാലോ. അണ്ണൻ ഭയങ്കര സെറ്റപ്പ് അല്ലേ അണ്ണ, അങ്ങനെ ചെയ്യല്ലേ അണ്ണ. നമ്മള് ജീവിച്ചു പോക്കോട്ടെ അണ്ണൻ വലിയ സെറ്റപ്പ്, നമ്മളൊക്കെ പാവങ്ങളണ്ണ, ഒന്നും ചെയ്യല്ലേ കേട്ടാ, പേടിയാ. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവൻ നിന്നെ പറ്റി. അവൻ എന്നെ പറ്റി വീഡിയോ നിങ്ങൾ മണ്ടന്മാരാണ് ചോദിക്കുന്നവന്മാര്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ അണ്ണൻ എന്നെ പറ്റി വീഡിയോ ചെയ്യത്തില്ല. കാരണം എനിക്ക് ആകെ ഇപ്പൊ തുടങ്ങിയതുള്ളൂ. 20,000K എന്റെ ഉള്ളടാ. ഈ 20,000K ഒന്നും അണ്ണൻ വന്ന് അങ്ങനെ അത്ര ഉള്ളവനെ ഒന്നും പിടിച്ച് അണ്ണൻ ചെയ്യത്തില്ല. അണ്ണൻ ബുദ്ധിമാനാണ്. അണ്ണന്റെ ബുദ്ധി നമുക്കും അറിയാം. അണ്ണന്റെ കൂടെ ഈ ഫീൽഡിൽ നടക്കുന്ന കുറച്ച് പേരൊക്കെ നമ്മളിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ പറയും, അണ്ണൻ ചെയ്യത്തില്ലടാ നിന്റെ. വേണ്ടണ്ണ, എനിക്ക് അതിനകത്ത് ഭയങ്കര സങ്കടം. അണ്ണൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇപ്പം കുറച്ചുകൂടെ ഫേമസ് ആവും, അടുത്ത മാസം എങ്ങനെ കഞ്ഞി മേടിക്കും, ഈ ഒരു പേടിയുള്ളതുകൊണ്ടാണ്. പക്ഷെ അണ്ണൻ ചെയ്യണ്ട കേട്ടോ. അണ്ണൻ ചെയ്യത്തില്ല. അണ്ണൻ എന്ത് പറഞ്ഞ് ചെയ്യും.
ഞാൻ അണ്ണന്റെ മറ്റേ ഒളിഞ്ഞിരുന്നെടുക്കുന്ന വീഡിയോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ അണ്ണൻ ഇടുന്ന വീഡിയോയ്ക്കകത്തുള്ള മറ്റേ ഓരോ പോരായ്മകൾ കണ്ടുപിടിച്ചാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായില്ല? അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അണ്ണന് കാണത്തില്ല. പിന്നെ അണ്ണനൊക്കെ ഒരാളെ എടുത്ത് റിയാക്ട് ചെയ്യണമെങ്കിൽ എടാ മിനിമം ഒരു 50 അല്ലെങ്കിൽ 100 കേക്ക് വേണോടാ, അല്ലെങ്കിൽ അണ്ണന്റെ വില പോകും. നിങ്ങൾ എന്നാ പറയുന്നത്? റിയാക്ഷൻ പരിപാടി ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാ. ആ അണ്ണനൊക്കെ എന്നെ വന്ന് നാണമില്ല. ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നവന്മാരോടാ ഞാൻ ചോദിക്കുന്നത്. ഒരു ഇച്ചിരി ഉളുപ്പ് അല്ലെങ്കിൽ ഇച്ചിരി തല ഉപയോഗിച്ച് ചോദിക്കണേ. നമുക്ക് ബാക്കിയൊന്നും തുടങ്ങിയില്ലല്ലോ അല്ലേ? കഥയും പറഞ്ഞങ്ങ് പോവാ. ഇത് തന്നെ ഇങ്ങനെ മിക്കവാറും ഈ വീഡിയോ അങ്ങ് പോവണേ. എന്തായാലും ഉള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും ഇതുകൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് തുടങ്ങാം. രാവിലെ നോക്കുമ്പോ ഡോക്ടർ റോബിന്റെ പ്രൊഫൈലിൽ ആരവിന്റെ ഒരു വീഡിയോ, ആരവിന്റെ പ്രൊഫൈലിൽ ഡോക്ടർ റോബിന്റെ വീഡിയോ, എന്തൊക്കെയാണ് നടക്കുന്നേ അല്ലേ? അതെ, പൊതുവില്ലാത്ത പല കാഴ്ചകളും കാണുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഞാനും കുറച്ചു പേരൊക്കെ ഫോൺ വിളിച്ച് എനിക്കും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് ആദ്യമേ മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നിങ്ങളായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യാൻ. ഇതാണ് റൈറ്റ് ടൈം. ഞാൻ ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് അണ്ണാ ഈ സമയത്തിന് റൈറ്റ് ടൈമിന് വേണ്ടി അണ്ണൻ കാത്തിരുന്നതാണോ അതോ ഈ റൈറ്റ് ടൈം അണ്ണൻ ഉണ്ടാക്കിയതാണോ? എനിക്കൊരു സംശയമാണ് കേട്ടാ. കാരണം അണ്ണൻ എന്തൊക്കെയോ അറിഞ്ഞായിരുന്നു നേരത്തെ. അണ്ണൻ എന്താ അണ്ണ ഇതൊന്നും നേരത്തെ വന്ന് പറയാഞ്ഞേ? എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുന്നേ ഞാനത് നേരത്തെ ചോദിച്ച കാര്യമാണ്. അല്ല, വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം. അണ്ണൻ ഈ ഒരു ടൈം വരെ അവനൊരു പണി കിട്ടുമ്പോഴാണല്ലോ അണ്ണൻ അവനെ പറ്റി പറയാൻ വരുന്നത്. എന്തുകൊണ്ടത് മുന്നേ പറഞ്ഞില്ല? പിന്നെ അണ്ണനും മറ്റേ പുള്ളിക്കാരത്തിയുടെ ഡാഡി കൂളും വന്നിരുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് അതൊക്കെ മെല്ലെ വരത്തുള്ളൂ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതാണ്. എന്റെ ആൾക്കാർക്ക് അറിയാവുന്നവർക്ക് അറിയാം. അവരോട് നേരത്തെ ഞാൻ പറഞ്ഞതാ. അണ്ണ മെല്ലെ ഇതും കൊണ്ടൊക്കെ വരത്തുള്ളൂ. അണ്ണന് പ്രിപ്പയർ ആവണ്ടേ? ചുമ്മാ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുമോ, തള്ളാൻ പറ്റുമോ? നാട്ടുകാർ കണ്ടുപിടിക്കത്തില്ലേ? ഇപ്പൊ തന്നെ ഇതിനകത്ത് തോന്നുന്നുണ്ട് മറ്റേ കിണ്ണിണ്ട് ഞാൻ തപ്പിയെടുത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതുകൂടെ പറയാ. അപ്പൊ ഇത് തുടങ്ങിയപ്പോഴേ ഇത്രേ ഉള്ളൂ. ഇത്ര നാൾ എവിടെയായിരുന്നു അണ്ണൻ? അവൻ അന്തർസേ പോയി അവന് പണി കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ചാടി വീണു. പുലി മറ്റേ ഒളിക്കുന്നത് എന്താ പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് അല്ലേ അണ്ണ? അണ്ണ മറ്റേ പതുങ്ങിയിരുന്ന് ഇങ്ങനെ കുതിക്കാനായിരുന്നു അണ്ണ. ഈ കുതിക്കലിന് അത്ര വലിയ വില ഞാൻ കൊടുക്കുന്നില്ല. അത് കുതിക്കുന്ന മറ്റേ കുതിപ്പിനനുസരിച്ച് ആൾക്കാർ കാണുമായിരിക്കും കുറെ പേര് അണ്ണനെ സപ്പോർട്ട് ചെയ്യാൻ. എനിക്കത് വലിയ സാധനമായിട്ടൊന്നും തോന്നിയില്ല അണ്ണ. ഇത് മറ്റേ ഒരുത്ത കുഴിയിലോട്ട് വീണപ്പോ അവന്റെ പേര് കുറച്ചുകൂടെ മണ്ണ് കൊണ്ടിടുന്നതാണൊക്കെ എനിക്ക് തോന്നിയുള്ളൂ. അങ്ങനെ അല്ല ചെയ്യണ്ടേ. നേരത്തെ വന്ന് കൊടുക്കണ്ടായിരുന്നു അണ്ണ. അവിടെയാണ് ഗത്ത്. അണ്ണൻ ഗത്തുള്ള മനുഷ്യനല്ലേ, പൊളി മനുഷ്യനല്ലേ. അണ്ണൻ എന്താ ചെയ്യാഞ്ഞേ? പേടിച്ചിരുന്ന ഇപ്പൊ അവനൊരു പണി കിട്ടി, നാട്ടുകാർ പൊങ്കലിടാൻ തുടങ്ങി. അപ്പൊ വന്ന് അണ്ണനും കൊടുത്തൊരു പണി. അത്രേ ഉള്ള അണ്ണ. എനിക്ക് അങ്ങനെ അതിനെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. നേരത്തെ കൊടുക്കണമായിരുന്നു. അവിടെ ആയിരുന്നു അണ്ണൻ പൊളിയായിരുന്നെന്ന് ഞാൻ പറയാറുണ്ട് മിക്കപ്പോഴും എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ അണ്ണ. അതായത് നമ്മളെല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ നമുക്കും അബദ്ധങ്ങൾ പറ്റും. ആ അബദ്ധങ്ങൾ തുറന്ന് സമ്മതിക്കാൻ പറ്റണം. അവിടെയാണ് ഏറ്റവും വലിയ കാര്യം അണ്ണ. പക്ഷെ അണ്ണന്റെ കാര്യത്തിൽ അണ്ണൻ ഒരിക്കലും മറ്റേ ചത്താലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള മൂടാ. ഇത്രയും ദിവസം മിണ്ടാതിരുന്നു. അവൻ വീണപ്പോ അവനെ വന്ന് സൂപ്പറേ അണ്ണ, നമുക്ക് ബാക്കി കാണാം അണ്ണ, എന്നിട്ട് സംസാരിക്കാം. ഇതിന് ശേഷം ഞാൻ ജാസ്മിന്റെ ഉപ്പാനായിട്ട് വിളിച്ച കോളിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ തരണം. സ്പെഷ്യൽ കാര്യം മുന്നേ പറയാനുണ്ട്. ഇതിപ്പോ ഈ സമയത്ത് ഇവിടെ സ്നേഹമില്ല, അപ്പൊ സ്നേഹ ജോലി തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹയ്ക്ക് വേണ്ടി കൂടി ഞാൻ പറയാണ്, ഞങ്ങള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി വന്നിട്ട് പല കാര്യങ്ങൾക്കുള്ള ഉത്തരം തരുന്നുള്ളൂ. അതിൽ ഒരു ഉത്തരം ഇതാ. അപ്പോ സംഗതി വേറൊന്നുമല്ല, വിവി ഹിയർ. വിവി ഈ റോബിന്റെയും ആരവിന്റെയും ഷാലു പയ്യാടിന്റെയും ജാസ്മിന്റെ ഫാമിലിന്റെയും അങ്ങനെ പലരുടെയും ഇടയിൽ കിടന്ന് ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് നടത്തുന്ന വിൽപ്പന കച്ചവടം, പിന്നെ യൂട്യൂബ് ചാനൽ സ്ട്രൈക്ക് അടിച്ച് പൂട്ടിക്കുന്ന ഒരു തരം വിൽപ്പന കച്ചവടം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കച്ചവടമാണ് മെയിൻ. ഓക്കെ, അതൊക്കെ ഒരാളുടെ പേഴ്സണൽ താല്പര്യം, അയാളെ ഇഷ്ടത്തിന് ചെയ്യായിരിക്കും. അയാളുടെ അരി ഞാൻ അത്രേ കാണുന്നുള്ളൂ. ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അയാൾ ഏത് രീതിയിലുള്ള കണ്ടന്റ് വിൽക്കണം വേണ്ട എന്നുള്ളത്. ഓക്കെ, ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എത്തിക്സിന്റെ ലൈന് വിട്ട് എത്തിക്സ് അണ്ണനാണ് എത്തിക്സിനെ പറ്റി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജിത്തുബായി പറഞ്ഞ കണക്ക് സ്നേഹയും ഞാനും ഒക്കെ പറഞ്ഞായിരുന്നു അണ്ണൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്നുള്ള സാധനങ്ങളൊക്കെ. അതെന്നാ അണ്ണ ജിത്തുബായുടെയും സ്നേഹയുടെയും വായില് നാക്കല്ലേ കിടക്കുന്നേ? അല്ല, നിങ്ങൾ വന്നിരുന്ന് നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്, ജിത്തുബായിയെ ഞാൻ പറയുന്നില്ല, ജിത്തുബായി അധികം ദിവസങ്ങളില്ലായിരുന്നു. സ്നേഹ വന്നിരുന്ന് ഈ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം ഒരു പരിപാടിയെ റിവ്യൂ ചെയ്യാൻ സ്നേഹയ്ക്ക് പറ്റുമെങ്കിൽ അതിന്റെ കോൺട്രവേഴ്സികൾ സ്നേഹയുടെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ എന്താ സ്നേഹയ്ക്ക് പറ്റാത്ത? അതിന് മാത്രം കണ്ണാപ്പി വന്നിട്ടേ പറയത്തുള്ളൂ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വ്യൂ ഇല്ലായിരുന്നു അതിനകത്ത്?
ഈ പാവപ്പെട്ടവന്റെ എടിയന്റെ ഒരു സംശയം കേട്ടോ. എന്തായാലും അതവിടെ നടക്കട്ടെ, അതൊക്കെ പോട്ടെ. അപ്പൊ അണ്ണൻ പറഞ്ഞ കാര്യം എത്തിക്സ്. അപ്പൊ ഈ എത്തിക്സ് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോണേ. അണ്ണൻ പറയുന്നത് എത്തിക്സ് വേണം എന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പൊ ഈ അണ്ണന്റെ എത്തിക്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം ബാക്കി. അത് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടുവടേ. ഞാൻ ഇങ്ങനെയാണ് ഓരോന്ന്, എന്റെ കണ്ടുപിടുത്തം തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നത് ചിലപ്പം തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. അണ്ണനോടും കൂടെ, അണ്ണാ നമ്മുടെ വിമർശനം അങ്ങനെ എടുക്കാവുള്ളേ, നമ്മളെ കൊല്ലാൻ വരില്ലേ അണ്ണാ, നിനക്ക് ചിലപ്പോ വൻ ടീമാന്നൊക്കെ ഞാൻ പറഞ്ഞു. അണ്ണൻ ചിലപ്പോ അങ്ങ് വലിച്ച എന്നെ കയറ്റി കളയും. നമുക്ക് ബാക്കി കാണാവേ. ഇവനോടുള്ള വിശ്വാസ്യതയും കൂടിയാണ്. എല്ലാരും ഈ വിവിയെ ഇനി ഫോൺ വിളിക്കാൻ മടിക്കും. കാരണം എല്ലാവരുടെ കോളും വിളിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തിടാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെ ആശാൻ വെരി പേഴ്സണലി ആരെങ്കിലും ഒക്കെ വിളിച്ച് റെക്കോർഡും വിളിച്ച് പുറത്തിടുക എന്നുള്ള. അപ്പൊ കൂടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. കൂടെ നിൽക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം അണ്ണൻ പറഞ്ഞ അണ്ണനുള്ള നമുക്ക് അണ്ണൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യങ്ങൾ തോന്നി അത് നമുക്ക് ഇവിടെ പറയണമല്ലോ. അപ്പൊ വിവിയുടെ കാര്യത്തിൽ അണ്ണൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ വോയിസ് റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടി അവൻ കുറെ യൂട്യൂബേഴ്സിന് കൊടുത്തു എന്ന് അണ്ണൻ പറയുന്നുണ്ട്. നമുക്കതിന് പ്രൂഫ് ഇല്ലടേ. പക്ഷെ ഇവൻ ഈ മിക്ക വോയിസ് ക്ലിപ്പുകൾ പുറത്തു വിടുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ആ ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. കാരണം അത് വെറും വൃത്തിയിട്ട പരിപാടിയല്ലേ. മറ്റുള്ള ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇതിന് മുമ്പ് പറഞ്ഞതാണ്, നമുക്കൊരാളുടെ വോയിസ് ക്ലിപ്പ് എടുത്ത് പുറത്തു വിടാം, അതിന് തെറ്റില്ല. അത് അപ്പുറം നിൽക്കുന്ന ആൾ, ഇപ്പം എന്നോട് ഒരു വ്യക്തി ഇപ്പം വേറൊരാളെ പറ്റി ഇപ്പം നമുക്ക് എങ്ങനെ എടുക്കുന്നത്, അണ്ണനെ ഞാനൊന്ന് എക്സാമ്പിൾ വെച്ചോട്ടെ, അണ്ണൻ എന്നെ കൊല്ലത്തില്ലല്ലോ അല്ലേ അണ്ണ. അപ്പൊ സായിയെ പറ്റി ഒരു വ്യക്തി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചു. അപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്നോട് ആരാണോ പറയുന്നത് അയാളോട് ഞാൻ പറയണം, ബ്രോ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാണ്, ഞാൻ എന്നിട്ട് ഇത് പുറത്ത് വിടുകയാണ് അങ്ങനെ ഞാൻ അയാളോട് പറഞ്ഞിട്ട് അയാൾ എന്നോട് സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് ഞാനെടുത്ത് പുറത്ത് വിട്ടാൽ അതിനകത്ത് ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ എനിക്ക് അതിനകത്തൊരു ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അപ്പുറം നിൽക്കുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് ഫൈനലിന്റെ അന്ന് എന്നെ ഒരാൾ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് ഇവിടുത്തെ ഒരു ഞാൻ വേണമെങ്കിൽ അത് പറയണോ ഇവിടെ? ഇല്ല, അത് ഞാൻ പറയുന്നില്ല. ഒരു ഷോ ഡയറക്ടറാണ്. ഇപ്പൊ മറ്റേ എന്താ ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടർ ഒന്നുമല്ല, പക്ഷെ ആ വ്യക്തി വേണ്ട പറയുന്നില്ല ഞാൻ അതിനെ പറ്റി. ഒരു ഷോ ഡയറക്ടറാണ്, അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ഞാനത് എങ്ങും വിട്ടിട്ടില്ല. എന്തിനാ അതിന്റെ ആവശ്യം എനിക്കില്ല. കാരണം ഞങ്ങളൊരു സൗഹൃദം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പറയുന്നതൊക്കെ എടുത്ത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ. അത് ഞാൻ ചെയ്യില്ല. അത് തന്നെ അത് ഈ നമ്മുടെ അണ്ണൻ പറഞ്ഞതിനകത്തോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ചുമ്മാ അങ്ങ് എല്ലാത്തിനും കയറി അണ്ണനെ തെറി പറയാനൊന്നും എന്നെ കിട്ടത്തില്ല. അണ്ണൻ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉള്ളതാണെങ്കിൽ അത് നമ്മൾ സമ്മതിക്കണം. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതിനകത്തും അവനെ കുറ്റം പറയാൻ എന്നെ കിട്ടത്തില്ല. എന്തായാലും അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ആ ചെയ്തത് വൃത്തികേട് അണ്ണ. അതുപോലെ തന്നെ അണ്ണൻ അതിനകത്ത് വേറെ ഒന്നിട്ട് നമുക്ക് ബാക്കി കാണാം, എന്നിട്ട് ഞാൻ പറയാം. എന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, അൺവാണ്ടഡ് ആയിട്ട് ജാസ്മിനെ കുത്തി അല്ലെങ്കിൽ ജാസ്മിനെ പറ്റി ഇല്ലാതാക്കിയത് വിവിയാണ്. എല്ലാം വിശ്വസിച്ച് ജാസ്മിൻ അക്കൗണ്ട് അടക്കം കൊടുത്ത് എല്ലാം മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു പോയ ഒരാള് ജാസ്മിനെ പിന്നിന്ന് കുത്തലിന്റെ വഴി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അയ്യോ ഞാൻ പറയട്ടെ, വിവീനെ വിശ്വസിക്കാൻ കാരണം സ്വന്തം മകൾ അക്കൗണ്ട് കൊടുത്ത വിവിന്റെ കയ്യിലാണല്ലോ. വിവി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലല്ലോ എന്നുള്ള വിശ്വാസമാണ് ജാസ്മിന്റെ ഉപ്പാക്കുള്ളത്. പിന്നെ വിവീന്റെ ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഈ കോളിന്റെ. അങ്ങനെ ദിയ ചേച്ചി വിളിച്ചു, ഇതിക്കാൻ വരാം. ദിയ ചേച്ചി വിളിക്കുന്നു, രണ്ടാമത് ഞാൻ ദിയ ചേച്ചിനോട് ഇങ്ങനെ പറയുന്നു. പിന്നെ ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നു. എനിക്ക് ഈ ജാസ്മിനെ വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്നത് കൊണ്ടും ജാസ്മിന്റെ വേറൊരു സിറ്റുവേഷൻ, ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ജാസ്മിനെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ജാസ്മിൻ സഫർ ചെയ്തൊരു ജേർണി എനിക്കറിയാം. അത് അറിയുന്നതുകൊണ്ട് ഞാൻ ജാസ്മിനെ പോയി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എവിടെയും വിവീനെ മോശക്കാരനാക്കി പറയുന്നില്ല. പ്ലസ് അതിന്റെ കൂടെ ചേർത്തേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് എനിക്കുള്ള സംശയമല്ല, അത് പുറത്തുള്ള ആളുകൾക്കുള്ള സംശയം തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പറയാണ്, ഈ ജാഫർ ഖാന്റെ കോൾ വന്നിട്ടില്ലായിരുന്നെങ്കിലും ഞാനത് പറയും. കാരണം ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി ഗബ്രിയിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് കളിച്ച അടിപൊളിയായിട്ട് കളിക്കുന്നത് എനിക്ക് പറയാം. അതൊരു ഗെയിമും പ്ലാനും ആണ്, അതൊരു ഹെൽപ്പും ആണ് ആ ജാസ്മിന്. ഞാൻ രണ്ടും കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ജാസ്മിനോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അണ്ണ ഇനിയാണ് എനിക്ക് അണ്ണനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്. സംഗതി വേറൊന്നുമല്ല, അണ്ണൻ നേരത്തെ എത്തിക്സിന്റെ കാര്യം പറഞ്ഞു. ഈ ഗെയിമിനോട് അണ്ണൻ ഒരു എത്തിക്സ് ഒരു സാധനം വേണ്ടേ? ഈ പറഞ്ഞ സാധനം അവിടെ ഇല്ലേ അണ്ണന്? അതുപോലെ തന്നെ അണ്ണൻ അവിടെ അണ്ണന്റെ ഫ്രണ്ട് ആയിരുന്നത് കൊണ്ടും അവിടെ നന്നായിട്ട് ഗെയിം കളിക്കണമെന്നുള്ളത് കൊണ്ടും അണ്ണൻ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ നിങ്ങള് ജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു എത്തിക്സ് തന്നെ? നിങ്ങൾക്കൊരു സാധനം നിങ്ങൾക്ക് ജനങ്ങളോടില്ലേ ആ ഒരു എത്തിക്സ്? എനിക്ക് അറിയാൻ പാടില്ല. ഒരു വില നിങ്ങൾ കൊടുക്കുന്നില്ലേ ജനങ്ങൾക്ക്? കാരണം ഇത്രയും പേര് കാണുന്ന ഒരു ഷോ, അതിനകത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിനെ ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല ആ ഫ്രണ്ട് അങ്ങനെ ഗെയിം കളിക്കുന്നത്. ആ ഫ്രണ്ടിന്റെ ഇഷ്ടമാണ് അങ്ങനെ ഗെയിം കളിക്കുന്നത്. അതവൾ അങ്ങനെ കളിക്കട്ടെ. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ.
നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ അവിടെ പോയി പറഞ്ഞത്. അതേ കണക്ക് ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തിനാണ് ആ പെൺകുട്ടി അതിനകത്ത് നിന്ന് ഗെയിം കളിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ഇഷ്ടപ്പെട്ട ഗെയിം, അവൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം അവളുടെ രീതിയിൽ അവൾ കളിക്കുമ്പോൾ താൻ എന്തിനാണോ ചെന്ന് ആ ഗെയിം മാറ്റാൻ ശ്രമിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. താൻ ആരാണത് ചെയ്യാൻ? അതാണോ താൻ നേരത്തെ പറഞ്ഞ എത്തിക്സ്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. എത്തിക്സിനെ പറ്റി പറഞ്ഞൊരു അമ്മ തന്നെ ഈ പരിപാടി കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്നോടൊന്നും തോന്നല്ലേ. എത്തിക്സിനെ പറ്റി വലിയ വാദം പറയുന്നു, അല്ല വലിയ മറ്റേ വാക്കുകൾ പറയുന്നു, വീരഗാഥ. എന്നിട്ട് അതിനകത്ത് പോയി കാണിച്ചതോ ജനങ്ങളെ മണ്ടന്മാരാക്കി. ഇതൊന്നും നിങ്ങളെ ആ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം ജനങ്ങൾ എല്ലാവരും കണ്ടു. ഇല്ല നിങ്ങൾക്ക് പറയാനും പറ്റത്തില്ല. അവിടെ ചെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആ പറഞ്ഞതിനെ വീണ്ടും നിങ്ങൾ മറ്റേ ഞാൻ ചെയ്തത് ശരിയെന്നും പറഞ്ഞിവിടെ ഇറങ്ങരുത്. അത് മാത്രം നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആസ് എ ഫ്രണ്ട് നിങ്ങൾ പറയുന്നത്, ഞാനിപ്പോ സായി എന്ന് പറയുന്ന വ്യക്തി എന്റെ സുഹൃത്താണ്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ സായി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പേഴ്സണൽ, ഞാൻ അങ്ങനെ കുറെ ചേഷ്ടകളോടാണ് ഞാൻ എതിർക്കുന്നത്. ആ വ്യക്തിയോട് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ആ പുള്ളി കാണിച്ച സായി എന്ന് പറയുന്നത്, ഞാനിപ്പോ പറഞ്ഞ വന്ന വേറൊന്നുമല്ല, സായി എന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ, പുറത്ത് നിൽക്കുന്ന എന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ, സായിയുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ എനിക്ക് ചെന്ന് സായിയോട് പറയാം. അല്ലെങ്കിൽ എന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ സായിക്കൊന്ന് എന്നോട് പറയാം. അതിനകത്തൊരു തെറ്റില്ല. അതെന്താണ്? അത് നല്ലൊരു കൂട്ടുകാരൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടുകാരൻ ചെയ്യുന്ന ഒരു കാര്യമാണത്. അങ്ങനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. സായി ഇപ്പൊ ജാസ്മിനോട് പുറത്ത് നിൽക്കുമ്പോൾ അവളുടെ ഒരു തെറ്റ് പോയി പറയുകയാണെങ്കിൽ, സായി എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തി, അയാളുടെ ഒരു കൂട്ടുകാരെ സഹായിക്കുന്നു, അത് ഓക്കെ, അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് ജനലക്ഷങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. സായി, നീ എന്താ അത് മറന്നു പോകുന്നത്? അവളുടെ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു ഗെയിം എടുത്തു. അത് അവളുടെ ഇഷ്ടത്തിനല്ലേ. നീയല്ലേ പറയുന്ന ഒരാളുടെ ഇഷ്ടത്തിന് വില കൊടുക്കുന്നത്? അവളുടെ ഇഷ്ടത്തിന് അവൾ ചെയ്തു. അത് തെറ്റാണെങ്കിൽ അത് പുറത്തിറങ്ങുമ്പോൾ വേണം നീ പറഞ്ഞു കൊടുക്കാൻ. അല്ലാതെ അകത്തു ചെന്ന് അവളുടെ ഗെയിം മാറ്റി അവൾക്ക് ഓത്തഹല. അപ്പൊ കാണുന്നത് ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്നാണ് സായിയുടെ വിചാരം? ഈ എത്തിക്സ് എന്ന് പറഞ്ഞ കാര്യമില്ലേ, അത് എല്ലാ കാര്യത്തിലും വേണം സായി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഞാൻ ജാസ്മിനോട് അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ നിന്നോട് പറഞ്ഞ കാര്യം എന്താന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലാവില്ല. നീ പുറത്തിറങ്ങുമ്പോൾ നീ എന്ത് ചെയ്യും? എന്നോട് സോറിയും പറയും, എന്നെ കെട്ടിപ്പിടിക്കും. അത് ചെയ്തു ജാസ്മിൻ. കൃത്യമായിട്ട് ഞാൻ റീ എൻട്രി ചെയ്ത സമയത്ത് ഗബ്രി പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ജാസ്മിൻ സംഗതി മനസ്സിലായി. ജാസ്മിനെ വന്ന് കരഞ്ഞ് കെട്ടിപ്പിടിക്കേണ്ടായേ. ജാസ്മിൻ ഉപ്പ അതിനകത്ത് വന്നപ്പോൾ എനിക്ക് താങ്ക്സ് പറഞ്ഞ് എനിക്ക് കൈ തന്നു. ലൈക്ക് ഞാൻ എന്റെ ഫ്രണ്ടിന് ഞാൻ ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് എവിടെയും എന്തില്ല, ഒരു റിഗ്രറ്റ് ഇല്ല. ഞാൻ ജാസ്മിന്റെ കൂടെ ഇനിയും നിൽക്കും. കാരണം ആ വീടിനകത്ത് ജാസ്മിൻ അനുഭവിച്ച, ഗബ്രി അനുഭവിച്ച, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും അനുഭവിച്ച സിറ്റുവേഷൻസ് കണ്ട ഒരാളാണ് ഞാൻ. അപ്പൊ കണ്ട ഒരാളെന്നുള്ളത് എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. ഓക്കെ, അതിനെനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും. അത് എന്റെ ഇഷ്ടമാണ്. താങ്കൾ പറയുന്നു എന്തോ സിറ്റുവേഷൻ, അതിനകത്ത് അവൻ അനുഭവിച്ച സിറ്റുവേഷൻ താങ്കൾ കണ്ടു എന്ന്. എന്താണ് ആ സിറ്റുവേഷൻ? അല്ല, നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ സിറ്റുവേഷൻ അതിന്റെ അകത്ത് ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞിട്ടാണല്ലോ എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. ആണല്ലോ, ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് എന്നിട്ട് അറിഞ്ഞിട്ട് തന്നെയല്ലേ പോകുന്നത്. ജാസ്മിൻ അത് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ കയറി ചെല്ലുന്നത്. അവിടെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കണം എന്നറിഞ്ഞിട്ടല്ലേ അവൾ കയറി പോകുന്നത്. പിന്നെന്താണ് അവൾ ഇത്ര അനുഭവിച്ച ഒരു സിറ്റുവേഷൻ? അവൾ അവിടെ ഒരു പരിപാടി കാണിച്ചു, അവളുടെ ഒരു സ്ട്രാറ്റജി എടുത്തു. അത് ലവാണോ എന്ത് തേങ്ങ ബോട്ടവോ ഒരു പരിപാടി അവൾ പിടിച്ചു. അത് അവളായിട്ട് തന്നെ വരുത്തി വെച്ചാ മോനെ. നീ പിന്നെന്തിനാ അതിനകത്ത് ഇത്ര അങ്ങോട്ട് ന്യായീകരിച്ച് അവളെ വെളുപ്പിക്കാൻ പോകുന്നത്? ഇത് ശുദ്ധ വെളുപ്പീരാണ് സായിയുടെ വക കട്ട വെളുപ്പീര്. എനിക്ക് അങ്ങനെ തന്നെയാ നോക്കുന്നത്. കുറെ തവണ അവൻ ഈ സാധനം തന്നെ റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. എന്തിന്? ജനങ്ങളെ വെള്ള പൂശാൻ പറ്റത്തില്ല സായി. ആളുകളെല്ലാം കണ്ടതാണ് നിന്റെ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ഇപ്പോഴും പറയുന്നു, സായി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്, അയാൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഒരു ചെയ്തോളൂ. നീ പുറത്ത് നിനക്ക് ചെയ്യാം, ഇപ്പൊ ചെയ്യാം നിനക്കത്. ഇപ്പം ആ കുട്ടിക്കെതിരെ സൈബർ ബുള്ളി, അവള് നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടെങ്കിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യാം അവളെ. ഞാൻ അതിനൊന്നും പറയുന്നില്ല. പക്ഷെ ജനങ്ങൾ കണ്ടതിനെ അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വെള്ള പൂശാൻ സായി ഇറങ്ങരുത്, ദൈവത്തെ ഓർത്ത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, വിവി മാത്രമാണ് അങ്ങനെ. ഒന്നുമല്ല സായി. വിവി കുറെ വീഡിയോകൾ ചെയ്തു അവളെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, അത് അത്രയും ഞാനും അത് അങ്ങോട്ട് ഒരു ദിവസം 3 വീഡിയോ തന്നെ ഒരാളെ പറ്റി തന്നെ. പിന്നെ അതിനോട് ഞാൻ എന്റെ വീഡിയോയിൽ ഇനി മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ദിവസം ഒരു വീഡിയോ അവക്കെതിരെ ചെയ്തു പോ. കണ്ടന്റ് നീ തന്നെ പറയുന്നുണ്ടല്ലോ, കണ്ടന്റ് ചെയ്യുക. പക്ഷെ ഇതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അവൾ ചെയ്തതെല്ലാം ശരിയാണ്, അവളുടെ സിറ്റുവേഷൻ അതായിരുന്നു, ആ സിറ്റുവേഷൻ മാറ്റാൻ ഞാൻ അതിനകത്ത് പോയി. നടക്കത്തില്ല. ആ വെള്ളപൂശൽ ഇവിടെ നടക്കത്തില്ല. കാരണം ജനങ്ങൾ കാണുന്നവരെല്ലാം പൊട്ടന്മാരൊന്നും അല്ല. എല്ലാവർക്കും മനസ്സിലായത് എന്താണ് ആ ഒരു വ്യക്തി അതിനകത്ത് കാണിച്ചു കൂട്ടിയെന്ന്. ആ വ്യക്തിയുടെ വായിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള അവളുടെ സ്റ്റാൻഡ്. ഫ്രണ്ട്ഷിപ്പ് ആണോ പ്രേമമാണോ പിടിച്ചു നിർത്തുന്നു. വാട്ട് ഈസ് ദാറ്റ് സായി? എന്നിട്ട് പിന്നെ അങ്ങനെ ഒരാളെ വെള്ള പൂശാൻ ഇറങ്ങല്ല എന്റെ പൊന്നളിയ. വയ്യ, നമുക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. നമ്മളും റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി കാണാം.
ഇവിടെ ഏറ്റവും വലിയ ചതി നടന്നത് എവിടെയാ? ആ വീടിനകത്ത് ജാസ്മിൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുമ്പോൾ സ്വന്തം PR അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ജാസ്മിൻ്റെ എല്ലാ കാര്യവും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെ ജാസ്മിൻ്റെ ഫാമിലിക്കെതിരെയും ജാസ്മിനെതിരെയും തിരിഞ്ഞു കൊത്തുമ്പോഴല്ലേ ജാസ്മിൻ ഇല്ലാതായത്. അത് ചെയ്തത് വിവി അല്ല. അപ്പം ആ വിവി എൻ്റെ കോൾ റെക്കോർഡ് പുറത്തിടും എന്നുള്ളത് എന്തോന്നാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എത്രത്തോളം വിഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം കൂടെ അതിനകത്ത് പറയട്ടെ. വിവി ഫ്രണ്ടാണ്, ജാസ്മിന്റെ PR പരിപാടികളൊക്കെ ഏറ്റൊരു വ്യക്തിയാണ്. അവൻ തിരിഞ്ഞു കൊത്താനുള്ളൊരു കാരണം കൂടെ നിങ്ങൾ എന്താണ് സായി അവൻ നിങ്ങൾ പറയുന്നതാണെങ്കിൽ ചിലപ്പോൾ വിഷമായിരിക്കും, അതുകൊണ്ടായിരിക്കും തിരിഞ്ഞു കൊത്തിയത്. പക്ഷെ ഞങ്ങൾ പുറത്തിരുന്ന് ഗെയിം കണ്ടവർ നോക്കുമ്പോൾ എന്താ സംഗതി എന്നറിയോ സായി? അതും കൂടെ സായി ഒന്ന് മനസ്സിലാക്കണം. അതായത് എന്ത് കണ്ട് വിവി ഇവളെ സപ്പോർട്ട് ചെയ്യും പുറത്ത്? ഒന്ന് പറയുക സായി തന്നെ അത് പറയണം. എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ജനങ്ങൾ ഇത്രയും പേരും കണ്ടിട്ട് ഞങ്ങൾ കണ്ട കാര്യത്തെ ഞങ്ങൾ PR വർക്ക് നടക്കുന്നുണ്ട്. PR വർക്ക് നടത്തിക്കോട്ടെ. PR വർക്ക് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഈ സാധനം കണ്ടിട്ട്, ഈ ബിഗ് ബോസ് കണ്ടിട്ട് എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇഷ്ടം ഒരു PR ഏജൻസിക്ക് ഒരാൾക്കും വന്നിട്ട് മാറ്റാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതെങ്ങനെ ആ ഇഷ്ടം എങ്ങനെ മാറ്റും സായി? എനിക്കത് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് എന്റെ ഒരു ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ PR-കാരുടെ പണി വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കുറെ കമന്റുകൾ ഇങ്ങനെ ഇപ്പൊ ജിൻഡോ ചേട്ടനെ വെച്ച് തന്നെ പറഞ്ഞു, ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ഇടാം. ഇത് കാണുമ്പോൾ അയാൾക്ക് ഒരു വോട്ട് കിട്ടാം എന്ന് തോന്നത്തേ ഉള്ളൂ. അതിന് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നും കൂടെ എന്തെങ്കിലുമൊക്കെ ഈ കാണുന്ന ജനങ്ങൾക്ക് നല്ലത് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ചെയ്യാൻ തോന്നത്തുള്ളൂ. നമുക്ക് ജാസ്മിന്റെ ഭാഗത്ത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല സായി. അത് താങ്കളൊന്ന് മനസ്സിലാക്കൂ. എന്താണ് നിങ്ങൾ തന്നെ ഈ എപ്പിസോഡൊക്കെ എന്നിരുന്ന് കാണും. ബിഗ് ബോസ് അവരത് നല്ല വൃത്തിക്ക് അവളുടെ ആ ഒരു കണ്ടന്റ് എടുത്ത് വെച്ച് കാശുണ്ടാക്കി നമുക്ക് തന്നു. ഞങ്ങൾക്ക് തന്ന മൊത്തം നെഗറ്റീവാണ് അവളുടെ. അപ്പൊ പിന്നെ അതിനെപ്പറ്റി എങ്ങനെ അവളുടെ PR ആണെങ്കിൽ പോലും എങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ അതിനെ ബൂസ്റ്റ് ചെയ്ത് എനിക്കറിയത്തില്ല. അവൻ ചെയ്ത ചട്ടത്തരമായിരിക്കും. അവളുടെ ചിലപ്പോൾ കാശും മേടിച്ചിട്ടായിരിക്കും ബൂസ്റ്റ് ചെയ്യാതെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പരിപാടി ചെയ്തത്, നമുക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് ചട്ടത്തരം തന്നെയാ. നിങ്ങൾ പറയുന്നത് വിഷമൊക്കെ കാണും. പക്ഷെ ആ ഒരു വ്യക്തി വന്നിരുന്ന് അവളെ വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് വെളുക്കത്തില്ലായിരുന്നു സായി. അത് നീ ഒന്ന് മനസ്സിലാക്കണം. എങ്ങനെ വെളുക്കാനാ? അത്രയ്ക്ക് സാധനങ്ങളായിരുന്നു ഞങ്ങൾ ഡെയിലി കണ്ടോണ്ടിരുന്നത്. അത് കൂടാതെ അവളുടെ പാപ്പയുടെ വോയിസ്, അവിടെ വിളിച്ചതിന്റെ വോയിസ് ക്ലിപ്പ്, അതൊന്നും പുറത്ത് വിടുന്നില്ല. പിന്നെ ജനങ്ങൾ അവളെ ഇഷ്ടപ്പെടുവോ സായി? അങ്ങനെയാണോ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, നമുക്ക് ബാക്കി കൂടെയും കാണാം. സ്നേഹയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഇവൻ പിന്നുന്ന കുത്തുന്ന ഒരുത്തനാണ് എന്നുള്ളത്. അത് കുത്തോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്നേഹ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞത് ഇന്നാ അങ്ങനെ കോൾ റെക്കോർഡ് പുറത്തിടാൻ. ഇവൻ എങ്ങനെയാ ആ കോൾ റെക്കോർഡ് പുറത്തിട്ട് അറ്റവും മൂല്യം മാത്രം എന്തുകൊണ്ട് ഫുൾ ഇട്ടില്ല? അപ്പൊ പറഞ്ഞു ജാഫർ ഖാൻ വെച്ച വെപ്പാണത്, എനിക്കല്ല. ശരിക്കും ആ വെപ്പ് കൊണ്ടായിരിക്കും അറിയാം എനിക്കും സ്നേഹയ്ക്കാണ് ഏറ്റവും കൂടുതൽ കൊണ്ട്. സ്നേഹ അനുഭവിച്ച സൈബർ അറ്റാക്ക് എത്രത്തോളം എനിക്ക് അതിൽ പെടുത്തോണ്ടോ വിവി? അതിനുള്ള ഞാൻ വേറെ ട്രോഫി എനിക്ക് തരുന്നുണ്ട്. അതോടെ ട്രോഫി കൊടുക്കാൻ ആരാണ് അണ്ണൻ? വല്ല PT മാസ്റ്റർ ആണ് അണ്ണൻ ട്രോഫി ഒക്കെ കൊണ്ടുപോയി അവന് കൊടുക്കാൻ? പിന്നെ അവന്റെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പം സായിയുടെ വൈഫ് സ്നേഹ ചേച്ചിയെ ആവശ്യമില്ലാതെ ഞാൻ മിക്ക വീഡിയോയിലും ഞാനിപ്പോ എനിക്ക് സായിയുടെ പല കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ വിമർശിക്കും. അപ്പോഴെന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, സായിയെ പേഴ്സണലായിട്ട് പോയി തെറി പറയുക. അതുപോലെ തന്നെ സായിയുടെ വൈഫ് സ്നേഹയുടെ ഒക്കെ അക്കൗണ്ടിൽ അങ്ങനെയൊക്കെ എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇച്ചിരി തലയുള്ളവരാരും അതൊന്നും ചെയ്യത്തില്ല കേട്ടോ. അതിന്റെ ആവശ്യമൊന്നും ഇല്ലടോ. വിമർശിക്കും നിങ്ങൾ അവര് പറയുന്നതിനെ നമുക്ക് വിമർശിക്കാം. പക്ഷെ അവരുടെ അകത്ത് പോയി അവരെ തെറി പറയുന്നതിനോട് എനിക്ക് അത്ര വലിയ എനിക്കത് താല്പര്യമില്ല. അതുപോലെ തന്നെ അത് ഞാൻ പറയുമ്പോൾ തന്നെ സായിയോടാണ് ഈ പ്രത്യേകം എനിക്കിത് പറയാനുള്ളത്. എന്റെ ഒരു സബ്സ്ക്രൈബർ എന്നോടൊരു കാര്യം പറഞ്ഞു. അതായത് ഞാൻ സായിയെ പറ്റി റിയാക്ട് ചെയ്ത ഒരു വീഡിയോയുടെ അടിയിൽ അവര് ഒരു കമന്റ് ഇട്ടപ്പോഴത്തേക്ക് സായി വന്ന് തെറി പറഞ്ഞു അവരെ എന്നൊരു കാര്യം എന്നോട് പറഞ്ഞു. ഇതെനിക്ക് അറിയില്ല, സായി എന്നോട് പറഞ്ഞാണ്. ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടിട്ടില്ല. പക്ഷെ അവരെന്നോട് വേറെ 1-2 വീഡിയോയിൽ വന്നിട്ടും അവർ എന്നോട് പറഞ്ഞു സായി തെറി പറയുന്നു എന്ന് പറഞ്ഞ്. സായി അങ്ങനെ ആ ഒരു പരിപാടി കാണിക്കരുത് സായി. അതിന്റെ ആവശ്യം ഇല്ല നിനക്ക്. നീ എന്തിനാണ് ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് വന്ന് നിന്നെ കുറ്റം പറഞ്ഞ ആൾക്കാരെ തെറി പറഞ്ഞവരെ നീ തെറി പറഞ്ഞു? ഞാനൊന്നും പറയുന്നില്ല. തെറി പറയുന്നത് ഇപ്പം ഞാൻ തന്നെ എന്റെ ഈ വീഡിയോയിലല്ല പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. ചുമ്മാ പോയി തെറി പറയേണ്ട കാര്യമില്ല. ഞാൻ തെറി പറയുന്ന ആളാണ്. എന്നെ വന്നിട്ട് മറ്റേ മായും പായും പൂയും ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയുമ്പോൾ നല്ല തെറി ഞാൻ പറയും. അങ്ങനെ വിളിച്ചോ. അല്ലാതെ ചുമ്മാ നിനക്കെതിരെ ഒരു കമന്റ് പറഞ്ഞു എന്ന് പറയുന്ന ഒരാളെ പോയി, അത് നല്ല പരിപാടിയല്ല. ഞാൻ കണ്ടില്ല. കണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്ത് വെച്ചേനെ. എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ടോ എന്ന്. ഞാൻ എന്റെ ഒരു സബ്സ്ക്രൈബർ ഒരു കാര്യം പറയുമ്പോൾ ഞാനത് പറയുക എന്നുള്ള ഒരു സാധനം എനിക്കുണ്ട്. അത് അവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാ. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു. ബാക്കി ഈ ഒരു സംഗതി നീ പുറത്തിട്ടിട്ട് നിന്റെ സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഇതിന്റെ ഫുൾ റെക്കോർഡിങ്
എങ്ങനെ ബാക്കി യൂട്യൂബേഴ്സിന് കിട്ടി? എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡിവൈസിനകത്ത് നിന്നുള്ള ലൗഡ് സ്പീക്കർ ഇട്ട് ഞാനും അവരും സംസാരിക്കുന്ന ഒരു വോയിസാണ്. അതൊരിക്കലും ഒരു വേറെ ഫോണിൽ റെക്കോർഡ് ചെയ്ത പോലെ ആ സാധനം വരില്ല. പക്ഷെ നീ കൃത്യമായിട്ട് കോൾ റെക്കോർഡ് ചെയ്തൊരു സാധനം എങ്ങനെ ബാക്കി യൂട്യൂബേഴ്സിന് ഫുൾ ആയിട്ടുള്ള സംഗതികൾ കിട്ടുന്നത്? അവരുടെ കയ്യിലൊക്കെ സാധനം ഉണ്ടല്ലോ, നീ ആയിട്ട് ഫീഡ് ചെയ്യുന്നു. അത് തന്നെ ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ഓക്കെയൊക്കെ കയറ്റി. എടേ കളിച്ചോ, കളിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. തന്തേനെ വിറ്റ പരിപാടി കാണിക്കരുത്, മനസ്സിലായ? ആ പണി കാണിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഞാൻ ആ പരിപാടിയൊക്കെ ഞാൻ കുറെ കളിച്ച് നിർത്തിയിട്ടുള്ള ഒരു തന്നെ, മനസ്സിലായല്ലോ? നീ വിളിച്ചു പറയുന്നത് തന്തേനെ വിറ്റ് കളിക്കരുത്. അതല്ല കോമഡി. തന്തേനെ വിട്ട് നീ കളിക്കരുത് ബിബി. അത് ഞാൻ പണ്ടേ കളിച്ചു വിട്ടതാണ്. നീ എന്നാ മോനെ ഉദ്ദേശിക്കുന്നേ? നീ എന്നെ ഈ പറയുന്നേ? നീ തന്തേനെ വിട്ട് സായി, ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇനി എന്റെ നെഞ്ചത്തോട്ട് വരരുത്. ഞാൻ പറയുന്നത് നീ നിന്റെ വീഡിയോയിൽ പറയുന്ന കാര്യമായത്. ബിബി നീ തന്തേനെ വിറ്റ് കളിക്കരുത്. ഞാനതൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. എന്നാണോ ഉദ്ദേശിക്കുന്നത്? നീയാണോ സെൽഫ് ക്ലെൻസിങ് നടത്തി പുറത്തിറങ്ങിയവൻ? നിന്റെ അപ്പന്റെ വില നിനക്ക് മനസ്സിലായെന്ന് പറഞ്ഞവൻ? നീയാണോ വന്നിരുന്ന് വീണ്ടും ഈ വർത്താനം പറയുന്നത്? എടാ എനിക്ക് അറിയാൻ പാടില്ല. തൊന്തേനെ വിറ്റടാ. എടാ സായി, നീയാണോ മറ്റുള്ളവരുടെ കാര്യത്തിനകത്ത് ഇടപെട്ടിട്ട് തീർപ്പ് കൽപ്പിക്കാനും അവരെ വിമർശിക്കാനും പോകുന്ന ഒരുത്തൻ? സ്വന്തം അപ്പനെ വിറ്റ് കാശുണ്ടാക്കുന്നവനാന്നൊക്കെ എന്ത് വർത്താനോ സായി പറയുന്നത്? നീ എന്താ എനിക്ക് ഇതിക്കുള്ളത് പറയാനില്ല. നിന്റെ ഇഷ്ടം, നീ പറഞ്ഞു. ഇത് ശ്രദ്ധിക്കാതെ കുറെ പേര് പോകും. അപ്പൊ അവര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇവിടെ വെച്ച് തന്നത്. മനസ്സിലായ? ഇതാണ് കുട്ടൻ, ഇതാണ് നമ്മുടെ കണ്ണാപ്പിക്കുട്ടൻ. വായിന്ന് വീഴുന്നതൊക്കെ കേട്ടല്ലോ. അതുപോലെ തന്നെ സായി, ഞാനൊരു കാര്യം പറയട്ടെ. എടാ നിനക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ എന്ത് വിലയാ ഉള്ളത്? സീരിയസ്ലി അവൻ കാണിക്കുന്ന, ഇപ്പൊ നീ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കാണിക്കുന്ന പരിപാടിയൊക്കെ നീയും കാണിച്ചതാണ് എന്നുള്ളൊരു മൂടല്ലേ നീ ഇവിടെ പറയുന്നത്? ഇത്രയും തരം താഴ്ന്ന ഒരുത്തനായിട്ടുള്ള നീ, ഇത്രയും തരം താഴ്ന്ന ഒരു വ്യക്തിത്വം ഉള്ള നീ, നിനക്ക് എങ്ങനെ അവരെ ഇരുന്ന് കുറ്റം പറയാൻ പറ്റുന്നു? അതാണ് എന്റെ ചോദ്യം നിന്നോട്. എടാ നമ്മളൊക്കെ അറിയാ നിന്റെ അത്ര വലിയ ഡീസന്റ് ഒന്നും അല്ലടിയാ. നമ്മുടെ കയ്യിലൊക്കെ തെറ്റുകളുണ്ടല്ലിയാ. പക്ഷെ എങ്ങും ചെന്നിരുന്നുണ്ടല്ലോ ഞാൻ മറ്റേ സെറ്റപ്പ് ഈ പരിപാടി കാണിക്കാറില്ല. നീ കാണിക്കുന്ന ആ പരിപാടിയാ. നീ അത്രയും വലിയ ചെറ്റയാണെന്ന് നീ പറയുന്നു. തന്ത വിട്ടിട്ടുള്ള പരിപാടിയാ നീ കാണിച്ചേക്കുന്നത്. നീ തന്നെ പറയുന്നു. നിനക്ക് എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും? അതാണ് എന്റെ ചോദ്യം. ഇത് നിന്നോട് മാത്രമല്ല, ഈ കാണുന്ന എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരോടും കൂടെ ഞാൻ പറയുന്നത് ഇതാണ്. കണ്ടോ, അവന്റെ വായിൽ തന്നെ വീണതാ. ഇവൻ എങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു ഇതുണ്ടോ? ഇവനെ പൊക്കാൻ വേണ്ടി കുറെ പേര് നടക്കുന്നുണ്ടല്ലോ. ഇവ പറയുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു. അവരും കൂടെ ഇതൊന്ന് കേൾക്കണം. എന്നിട്ട് പറ, ഈ പറഞ്ഞതൊക്കെ നല്ല പരിപാടിയാണോ? വിവി ചെയ്തതിനെ ഞാൻ ഇടക്കിടക്ക് ഞാൻ വീണ്ടും, അതുപോലെ തന്നെ ഞാൻ ഈ ഇത് 17 മിനിറ്റുള്ള വീഡിയോ ഞാൻ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് വെക്കുന്നുള്ളേ. ഇനി ഞാൻ അവന്റെ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞതെന്നൊക്കെ ഇവിടെ കുറെ പേര് പറയും. അവൻ നല്ല കാര്യം ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഈ വീഡിയോക്കകത്ത് മൊത്തം. അതായത് വെളുപ്പേര്, ഒരു സൈഡിൽ നിന്ന് ഒരു ചേച്ചിയെ വെളുപ്പേര്, പിന്നെ ഈ വിവിയുടെ കുറ്റത്തിൽ ഒറ്റ കാര്യമുള്ളൂ, ഒരു മിനിറ്റ് പറഞ്ഞു തീർക്കാന്നേ ഉള്ളൂ. അവൻ കാണിച്ച ചെറ്റത്തരം ഞാനും അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വോയിസ് ക്ലിപ്പ് വെച്ചുള്ള കളി, ഈ ഡെയിലി ആ ചേച്ചി വെച്ചിട്ടുള്ള ഈ വീഡിയോ അടിയിൽ അത്രേ ഉള്ളൂ. ബാക്കി മൊത്തം ഈ അണ്ണന്റെ വെളുപ്പീരിന്റെ ഇങ്ങനെയുള്ള മറ്റേ അണ്ണൻ തന്നെ തോണ്ടി വെക്കും കുഴി, എന്നിട്ട് അണ്ണൻ തന്നെ പോയി തലകുത്തി വീഴും. അതാണ് ഈ ഒരു വീഡിയോക്കകത്ത് മൊത്തം അതാണ് അണ്ണന്റെ പരിപാടി. പിന്നെ സ്നേഹ ചേച്ചി അന്നൊന്നും അണ്ണനൊന്നും പറയാൻ പറ്റിയില്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വിവിക്കിട്ടിപ്പോ ഒരു കൊട്ട് കിട്ടി, അതിന്റെ മണ്ടയ്ക്ക് വന്നിരുന്ന് മറ്റേ അടിച്ചടിച്ചടിച്ചടിച്ചിരിക്കുന്ന അത്രേ ഉള്ളൂ. കണ്ടന്റ് അരി അണ്ണൻ പറഞ്ഞ കണക്ക്. അങ്ങനെ കാണിക്കുന്ന അണ്ണനെ ഞാനും കുറച്ച് വിൽക്കുന്ന പോലെ നിങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഉള്ള കാര്യമേ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇല്ലാത്തൊന്നും ഞാൻ ഇതിനകത്ത് മറ്റേ ഒട്ടിച്ച് കയറ്റത്തൊന്നും ഇല്ല. ഇനി അതും കൂടെ ഉള്ളു ബാക്കി പറയാൻ. എന്തായാലും കുറച്ചും കൂടെ നമുക്ക് കാണാടെ, എന്നിട്ട് നിർത്താം ഈ പരിപാടി. സഹിക്കാൻ വയ്യാട്ടാ, ഉച്ചാൻ തോന്നുന്നു. അപ്പനെ വിറ്റ് പറഞ്ഞ വ്യക്തി ജാസ്മിൻ ഇട്ട് കുത്താൻ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്. വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പച്ചയ്ക്ക് ഞാൻ പറയും. കാരണം വിവി ആരവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞത് ആരവിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ആവശ്യം എന്താണ് അവൻ ജാസ്മിൻ്റെ ഒപ്പം നടക്കുന്നത്? എടാ ഉളുപ്പുണ്ടോ നിനക്ക്? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ.
നീ പറയുന്നുണ്ടല്ലോ ജാസ്മിൻ അകത്ത് പോയിട്ട് ഗബ്രീന്റെ ഒപ്പം അങ്ങനെയായി, ഗബ്രീന്റെ ഒപ്പം ഇരുന്നു, ഇതൊക്കെ കാണിക്കാൻ പാടും, കുടുംബ പ്രേക്ഷകർ കാണില്ല. അഫ്സലിന്റെ അവസ്ഥ, ഈ അഫ്സലും ജാസ്മിനും ഒരുപോലെ റിലേഷനുള്ളപ്പോഴാണ് കാദർബായിന്റെ കല്യാണത്തിന് നീ ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേ ഭാരതിൽ ഉണ്ടാക്കി പോയത്. എന്തുകൊണ്ട് ആരവിന് ടിക്കറ്റ് എടുത്തില്ല? അതാണ് ഏറ്റവും അല്ല കണ്ടോണ്ടിരിക്കുമ്പോഴല്ല, ബിഗ് ബോസ് പോണതിന് മുമ്പ്. നീ എന്തുകൊണ്ട് വന്ദേ ഭാരതിൽ ആരവിനെ കൊണ്ടുപോയില്ല? അണ്ണൻ എന്തുകൊണ്ട് ഈ കാര്യം ഒന്ന് നേരത്തെ അവിടുന്ന് ഇറങ്ങിയിട്ട് കുറെ ദിവസം ആയല്ലോ, എന്തുകൊണ്ട് അണ്ണൻ നേരത്തെ പറഞ്ഞില്ല? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച ചോദ്യം, സിജോ ഇറങ്ങിയ ഉടനെ ആദ്യത്തെ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോ സിജോയെ പറ്റിയായിരിക്കും എന്നും പറഞ്ഞ അങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ ബിഗ് ബോസിന്റെ ഒരു 3-4 വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്തത്. എടാ ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ, അണ്ണൻ അരി തിന്നുന്നു, നിങ്ങളും അരിയല്ലേ തിന്നുന്നേ? പുഴുവിനെ ഒന്നും അല്ലല്ലോ പറക്കി തിന്നുന്നത്. അയ്യോ പുഴുവിനെ തിന്നുന്നത് അങ്ങനെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണയായി പോകും. ചൈനക്കാരൊക്കെ അതാ ചെയ്യുന്നത്. ഞാൻ എന്താ മണ്ണല്ലല്ലോ നിങ്ങൾ വാരി തിന്നുന്നത്, ഓക്കെ അല്ലേ? മണ്ണല്ലല്ലോ നിങ്ങൾ തിന്നുന്ന ആരും അല്ലേ? അണ്ണൻ കാണിക്കുന്ന പരിപാടിയൊക്കെ നിങ്ങൾ നോക്ക്. ഇത്രയും ദിവസം അണ്ണിതൊന്നും അത് മറ്റേ ജാസ്മിനോട് വിവിക്ക് എന്റെ എനിക്ക് അറിയാൻ പാടില്ല അണ്ണന്റെ പ്രശ്നം എന്താ. അല്ല അണ്ണന്റെ പ്രശ്നം എന്താന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ. മെയിൻ ഇത്ര ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അണ്ണന്റെ പ്രശ്നം ഇത്ര ഉള്ളു. അവന് കിട്ടി, അവന്റെ കയ്യിരിപ്പിന് വിവി കാണിച്ചതിന് വിവി തന്നെ ഒരു കുഴി തോണ്ടിക്കൊടുത്ത്, അത്രേ ഉള്ളു. പച്ചക്ക് പറഞ്ഞ അത്രേ ഉള്ളു. വിവി ഒന്ന് കുഴി തോണ്ടിക്കൊടുത്ത്, ആ കുഴി വിവി വീണ്, വിവിയുടെ പുറത്തോട്ട് അണ്ണം മറ്റേ ചാടിക്കരുന്നിട്ട് പട്ടേ ഇത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവനെ കുഴി വീഴാൻ നോക്കിയിരിക്കുവായിരുന്നു നമ്മുടെ അണ്ണൻ. വീണപ്പത്തേക്ക് അണ്ണം വന്ന് കൊണ ഇത്രേ ഉള്ളടേ, കൂടുതലൊന്നും ഇല്ല. അതും അണ്ണന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി. എടാ സത്യം പറയാലോ, ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ച് ദിവസമായിട്ട് ഞാൻ അണ്ണന്റെ ഇപ്പൊ സബ്സ്ക്രൈബർ അല്ല, അണ്ണനെ ഞാൻ ഫോളോ ചെയ്യുന്നുമില്ല. ഇത് തന്നെ എന്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് വന്നോടെ എനിക്ക് അയച്ചു തന്നെ, അണ്ണ നോക്കണ്ട അതേ തള്ളുന്നൊക്കെ പറഞ്ഞ്. അപ്പത്തേക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഫ്രണ്ടിനോട് ചോദിച്ചടാ, ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചില്ല, അവൻ എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു. സംഗതി എന്താണെന്നറിയോ, അണ്ണ ജിത്തുബായി അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഞാൻ പോയി ചുമ്മാ ഒന്ന് നോക്കി, എല്ലാം ഒന്നും നോക്കിയില്ല, എനിക്ക് അധികം നോക്കാൻ വയ്യ. ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് വേറൊരു തൊപ്പി വെച്ചൊരു കൂട്ടുകാരനൊക്കെ ഇരിക്കുന്ന കൂടുതലും ഞാൻ കണ്ടത് അണ്ണൻ്റെ ഈ അടുത്തുള്ള വീഡിയോക്കൊക്കെ. ഇതിനകത്ത് പ്രോപ്പറായിട്ട് ജിത്തുബായി വന്നു. ജിത്തുബായ് താൻ പണി മേടിക്കും ബായ്, ഇവന്റെ കൂടെ നടന്ന് വില പോകും ബായ്. ഇത്ര എനിക്ക് പറയാനുള്ളു ബായ്, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളെ അയ്യോ ഒന്നും ചെയ്യലുണ്ടോ അയ്യേ എന്നാ പിന്നെ എന്നെ വല്ലതും ചെയ്യണമെങ്കിലുണ്ടല്ലോ, ഞാൻ അഡ്രസ്സൊക്കെ തരാം. എന്നാ അങ്ങോട്ട് വന്നാൽ മതി കേട്ടാ, നമുക്ക് അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് നമുക്ക് തീർക്കാം. ബാക്കി ബാക്കിയുള്ളവരുടെ, അതായത് ഇപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി 1-2 ആഴ്ചകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ വോയിസ് ടിവിയിൽ നിന്ന് എടുത്തിട്ട് ആരും അയച്ചു കൊടുക്കും, ജാസ്മിൻ അയച്ചു കൊടുക്കും. അതായത് തെറ്റിക്കാൻ വേണ്ടി എന്താണ് ഇവൻ പറഞ്ഞ, എനിക്കത് മനസ്സിലായില്ല. അഫ്സല് ബിബിയുടെ വോയിസ് റെക്കോർഡ് എടുത്തിട്ട് ജാസ്മിൻ അയച്ചു കൊടുക്കുമെന്നാ? ഞാനത് കുറെ നേരം കേട്ട് നോക്കിയേ. നിങ്ങളെ ഞാനിത് കട്ട് ചെയ്ത് വെക്കുന്നതിന് മുന്നേ ഞാൻ കേൾക്കുമല്ലോ. ഞാൻ കേട്ടപ്പോഴേ എനിക്കത് നിങ്ങൾക്കല്ല മനസ്സിലായ? അല്ലെങ്കിൽ എങ്കിലും ഞാൻ ഇത്ര വെച്ചിട്ടുള്ള മൊത്തം കേട്ടല്ലേ മനസ്സിലാവത്തുള്ളെങ്കിൽ ഒന്ന് പോയി നോക്കുക, അണ്ണന്റെ വീഡിയോ നോക്ക്. എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല അണ്ണനെ പറഞ്ഞ എന്താണെന്ന്. അഫ്സലിനെ ഇതിനകത്ത് വലിച്ചടിച്ചോണ്ട് വരുന്നുണ്ട്. ആ പാവം, അതിനെ എന്തിനാണോ എനിക്ക് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ നേരത്തെ ക്ലിപ്പിൽ ഞാൻ പറഞ്ഞ കണക്ക്, അതായത് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ഈ അണ്ണൻ ഈ ഒരു സമയത്ത് ഈ സാധനം മറ്റേ മുഞ്ഞു പരിപാടി പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ചിലപ്പോൾ ഇനി അങ്ങനത്തെ പരിപാടികൾ എന്തെങ്കിലും ബിബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ അതും കൂടെ പറയുകയാണ്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും തെളിവ് വരുവാണെങ്കിൽ അത് ഞാൻ പറയാം. ഞാൻ കണ്ടിട്ടില്ലത്. ഞാൻ അണ്ണനെ അടുത്ത് വെച്ച് സംസാരിക്കുന്നത് അണ്ണന്റെ വീഡിയോയിൽ അണ്ണൻ പറയുന്ന കാര്യത്തെ വെച്ചാണ്. അതും കൂടെ എല്ലാവരും ഒന്ന് ആലോചിക്കണം. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല ബിബി ഇനി അതിന്റെ പുറത്താണോ പോയത്, ഇനി മുഞ്ഞ പരിപാടിക്ക് വേണ്ടി വല്ലോ അറിഞ്ഞൂടാ. ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും, ഐ ഡോണ്ട് നോ. അതിന്റെ എന്തെങ്കിലും പ്രൂഫ് വരുവാണെങ്കിൽ ഞാൻ സംസാരിക്കും. ഓക്കെ, അല്ല ഞാൻ അതിനെപ്പറ്റി സംസാരിക്കത്തില്ല. എനിക്ക് ഇപ്പൊ മെയിൻലി ബിബി ചെയ്തതെല്ലാം ഇപ്പൊ അവൻ അതിന്റെ പേരിലാണ് പോയതെങ്കിൽ അവൻ വെറും ചെറ്റയാണ്, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറൊരു ചെറ്റ, അങ്ങനെ തന്നെ ഞാൻ പറയും. പക്ഷെ ഇത് ഞാൻ ഈ സപ്പോർട്ടെന്നല്ല, ബിബിയുടെ ആ ഒരു സൈഡിലോട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം ബിബി കാണിച്ച, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എന്താ സംഗതി എന്ന്. കുഴി തോണ്ടി അവൻ വീണ അതിനകത്ത്. പ്രത്യേകിച്ച് നമ്മുടെ റോബിൻ കണ്ടിട്ട് ചൊറിയാൻ പോയ ആ ഒരു സ്കീം എല്ലാം കൂടെ തീർന്ന്. അതിനകത്ത് ഈ എണ്ണം പോയിരുന്ന് ഈ അടി കാണിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്തൊക്കെയോ സംശയം. ഇവിടെ സത്യമായിട്ടും ഈ അണ്ണൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. നമുക്ക് ആ ഒരു സംശയം വരത്തില്ല. ഫുള്ള് ഞാൻ രാവിലെ തൊട്ട് എനിക്ക് പൊളിഞ്ഞ് ബിബി കാണിച്ച ആ ഒരു പരിപാടിയോട്. പക്ഷെ ഈ അണ്ണൻ ഈ പരിപാടി കാണുമ്പോഴത്തേക്ക് സംശയത്തിന്റെ കണ്ണിൽ ഞാൻ നോക്കാൻ തുടങ്ങി. ബാക്കി
കുറച്ചും കൂടെ ഉള്ളു കേട്ടോ. ഇനി നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, കുറെ നേരമായെന്ന് എനിക്ക് തോന്നുന്നു. കോമൺ സെൻസ് ഉള്ള ഒരാളാണെങ്കിൽ മനസ്സിലാവും. ഈ ഗെയിം തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും, ഇപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വ്യക്തി കാണിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനകത്തുള്ള അവർ ക്ലിപ്പിംഗ് എന്താണ് നമ്മൾ പുറത്ത് കാണുന്ന ക്ലിപ്പിങ്ങുകളിലൊക്കെ നമുക്കൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ ഒരു വിഷമോ തോന്നിക്കാണും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്കത് കുറവായിരുന്നു. ഞാൻ ആ കുട്ടി അയ്യോ ഇത് പെട്ടുപോയതാണല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പക്ഷെ ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, ബീവി കാണുന്ന ജനങ്ങൾക്കൊക്കെ ജാസ്മിനോട് ഒരു ഹെയ്റ്റ് തോന്നുമ്പോൾ ആ ഹെയ്റ്റിന് ഫ്യൂൽ ഇടുന്ന പരിപാടിയാണ് ആര് ചെയ്തത്? ഹെയ്റ്റിന് ഫ്യൂൽ ഇടുന്ന പരിപാടിയായിരുന്നു വിവി ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. കാരണം ഇപ്പൊ 3 നേരമൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ദേഷ്യമുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ദേഷ്യം തോന്നും. പക്ഷെ ആ ദേഷ്യം ഉണ്ടാക്കിയത് അവനാണെന്ന് ഇവിടെ ആരും പറയണ്ട. ഓക്കെ, അപ്പം ഞാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തോരം വീഡിയോ ഞാനുള്ള കാര്യം പറയും, ഞാനും ചെയ്തിട്ടുണ്ട് ജാസ്മിനെതിരെ വീഡിയോ. വേറൊന്നും കൊണ്ടല്ല, ആരും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ എന്നോട് ആരും പറയാനൊന്നും ഇല്ല. ഞാൻ കാണുന്ന ഒരു പരിപാടിയിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവായിട്ടൊരു പരിപാടി തോന്നി, അതൊരു വൃത്തികെട്ട ഗെയിമായിട്ട് തോന്നി, ഞാനത് പറഞ്ഞിട്ടുണ്ട് അണ്ണാ. അല്ലാതെ വിവി മാത്രമല്ല അത് പറഞ്ഞേക്കുന്നത്. പിന്നെ അവൻ ഫ്യൂവൽ ഉണ്ടാക്കുക, ഞാനത് ഒന്നും പറയുന്നില്ല. ചിലപ്പം ചെറുതായിട്ട് അണ്ണൻ പറഞ്ഞതിനകത്ത് കാര്യം കാണും. ചിലപ്പോൾ അതൊന്നും മറ്റേ കത്തിച്ച് വിടും, കുറച്ചും കൂടെ അവൻ കത്തിച്ച് വിട്ട് കാണും. അതുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല, ഉണ്ട്. ഈ 3 നേരമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത്ര നല്ല പരിപാടിയൊന്നും അല്ല കേട്ടാ അണ്ണ അതിനകത്ത് ഞങ്ങൾ കണ്ടത്. അപ്പൊ അതിനകത്ത് ഉള്ള കാര്യമാണ് കൂടുതലും അവൻ പറഞ്ഞിരിക്കുന്നത്, ഇല്ലാത്തൊന്നും ഞാൻ കണ്ടില്ല. ഞാനും ഒക്കെ ചെയ്തതാ. ഒരുപാട് പേര് ജാസ്മിനെ വെറുക്കുന്നവരെ എനിക്കറിയാം. വീട്ടിനകത്തിരുന്ന് കാണിക്കുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ പുറത്ത് നിന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അഫ്സലിന് ഹെയ്റ്റ് ലൈക്ക് ആ ഒരു സാധനം വരും, ഭയങ്കര ഹേർട്ട് ബ്രോക്കൺ ആവും. പിന്നെ ഇത്രയും ഹെയ്റ്റ് കഴിഞ്ഞ ശേഷം ഇവൻ ചെയ്തത് എന്താ വെച്ചാൽ ഇത് കാണുന്ന ഇവന്റെ പ്രേക്ഷകരെ മൂട്ടിലിട്ട് പുകച്ചിട്ട് ഇങ്ങനെ ഇത് നമ്മളെയും പുകപ്പിക്കുകയാണ്. കാട്ടുന്നുണ്ടോ, ചിന്തിക്കാത്ത ആൾക്കാർക്ക് പോലും ഇതാ ജാസ്മിൻ കാണിക്കുന്നുണ്ടോ എന്റെ ഫ്രണ്ടാണ് ചെയ്തേ. ഈ ജാസ്മിനെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന കരുവാക്കിയിട്ടാണല്ലോ വോയിസ് എടുത്ത്. ഞാൻ വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. വിവി മാത്രമല്ല ഞാൻ പറഞ്ഞു, എനിക്ക് വൈകി ഇത് തന്നെ പറയാൻ. ജനങ്ങള് മണ്ടന്മാരല്ല അണ്ണ, ബാക്കിയും കൂടെ നിങ്ങൾ കാണും. ഞാൻ പറഞ്ഞ ഇവൻ ചെയ്ത ഏറ്റവും വലിയൊരു മാനിപ്പുലേഷൻ പറഞ്ഞ ജാസ്മിന്റെ ഉപ്പ ജാസ്മിൻ ആ ഹാർട്ടിന്റെ ബ്ലോക്ക് വന്ന് വിളിച്ച സമയത്ത് ആ സംഗതിയെ ഇത്രയും വേസ്റ്റ് ആക്കി കോമഡി ആക്കി നാട്ടുകാരുമില്ലാതെ ഇത്രയും എന്താ പറയാ ഒരു ഫേക്ക് നാടകമാണ് എന്നുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്തത് ഈ പറഞ്ഞ വിവിയാണ്. കാരണം എന്താന്ന് കേട്ടോ, ജാസ്മിന്റെ ഉപ്പ ഈ പറഞ്ഞ കൺഫെഷൻ റൂമിൽ ജാസ്മിനെ വിളിച്ചു എന്ന് പറയുന്ന കോൾ റെക്കോർഡ് വിവി കേട്ടു. അഫ്സൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അവരെ റെക്കോർഡ് ഉണ്ട്, കംപ്ലീറ്റ് കേട്ടു. ഫുള്ള് കാര്യം ജാസ്മിന്റെ ഉപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് വിവി നമ്മളോട് പറഞ്ഞത്. ഇന്നോട് പേഴ്സണലി വിവി അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര പേരോട് വിവി അത് യൂട്യൂബേഴ്സിനോട് പറഞ്ഞാണെങ്കിൽ പോലും ജാഫർക്ക് അവിടെ സംസാരിച്ചത് ഒരു കോമഡിയാക്കി സംസാരിക്കാൻ കാരണം പോലും ഈ വിവിയാണ്. കാരണം വിവി പറയുമ്പോൾ നമുക്കടക്കം വിശ്വാസമാണ്, നമുക്കടക്കം അതൊരു ഫേക്ക്. മതിയടെ, എനിക്കിനി വയ്യ ഇവന്റെ ഈ കോണ കേട്ടോണ്ടിരിക്കുക. ഇവൻ എന്താ ഈ പറയുന്നത്? വിവി മാത്രമല്ല ഇവിടെ യൂട്യൂബേഴ്സ് ഉള്ളത്, യൂട്യൂബറായിട്ടുള്ളത് ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന്. അത് കേട്ടാ നമ്മളും ഒക്കെ സംസാരിച്ചതാണ്. നമ്മൾ വിവി പറയുന്നത് കേട്ടിട്ടല്ല സംസാരിച്ചത്. എന്തോരം ആളുകള്, താങ്കൾക്ക് ഈ വിവിയെ വേറെ 2 യൂട്യൂബേഴ്സിനെ അറിയത്തുള്ളൂ, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അണ്ണ. വേറെ ഒരുപാട് പേരുണ്ട്, എന്റെയൊക്കെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഒരു വിഷയത്തിൽ വീഡിയോ കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അറിയാം അണ്ണ. അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയം ഇത്. അതിനകത്ത് ഈ ഒരു സാധനം, അതായത് ഈ പുറത്തുള്ള പുള്ളിയുടെ ആ ഒരു വ്യക്തിയുടെ ഫാദർ വിളിച്ചിട്ടുള്ള ആ ഒരു വോയിസ് കോള് അത് കേൾപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇന്നും സംശയം ഉണ്ട് ആ ഒരു കാര്യത്തിൽ. ആ സംശയം മാറത്തില്ല. അത് വിവി ഇട്ട് മൂപ്പിച്ചോണ്ടുള്ള സംശയമൊന്നും അല്ലണ്ണ. വിവി പറഞ്ഞതിന്റെ പുറത്തുള്ള സംശയമല്ല. എനിക്ക് വിവിയെ പേഴ്സണലി അറിയത്തുമില്ല, നമ്മളോടൊന്നും പറഞ്ഞിട്ടുമില്ല അവൻ. നമ്മള് പൊട്ടന്മാരല്ലണ്ണ, ഞങ്ങൾക്കൊക്കെ കണ്ണുണ്ട്. താൻ അതൊന്നും മനസ്സിലാക്കണോ? താൻ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തത്? നമുക്കൊക്കെ കണ്ണുണ്ട്, ഞങ്ങൾക്കൊക്കെയുള്ള സംശയം അത്. വിവിയുടെ മാത്രം സംശയം അല്ലണ്ണ അത്. എവിടെ ആ വോയിസ് കോൾ? എവിടെ അത് ഇതുവരെയായിട്ട് വോയിസ് കോൾ എവിടെ? ആ വോയിസ് ക്ലിപ്പ് എവിടെ? ഇവര് വിളിച്ചതിന്റെ ആ ഒരു ബിഗ് ബോസ് എന്തുകൊണ്ടത് പുറത്ത് കേൾപ്പിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഞങ്ങളാരും കേൾപ്പിച്ചില്ല? അത് അവൻ കേട്ടു, അവനത് പുറത്ത്, അതൊക്കെ വിട്ടേക്ക്, ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ സാധാരണക്കാരൻ, ഞങ്ങളുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, എവിടെ എന്തുകൊണ്ട് ഞങ്ങളെ കേൾപ്പിച്ചില്ല? അത് ബ്ലോക്കിന്റെ സംബന്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് കേൾപ്പിച്ചില്ല? ഇത്രയും കോൺട്രവേഴ്സി, അതിനെ ചൊല്ലി ഒരുപാട് സംസാരങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് വിവി പറഞ്ഞുകൊണ്ടൊന്നും അല്ല. ഇത്രയും സംസാരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബിഗ് ബോസ് ടീം അത് പുറത്തേക്ക്, ആ ഒരു സാധനം പുറത്തേക്ക് പിന്നെയാണെങ്കിലും ഔട്ട് ചെയ്തില്ല? സാധാരണക്കാരന്റെ സംശയമാണ് ഇത്. ഇതൊന്നും വന്നിട്ട് ഇതിനെയൊക്കെ എങ്ങനെ തനിക്ക് വെളുപ്പിക്കാൻ തോന്നണം അവന്റെ നെഞ്ചത്ത് കൊണ്ട് വെച്ചിട്ട്? അതാ ഞാൻ ആലോചിക്കുന്നത്. അവൻ എന്തു ആയിക്കോട്ടെ, വി ഡോണ്ട് കെയർ. ഞാൻ പറഞ്ഞു അവനുള്ളത് അവന് കിട്ടും, അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ട്, അതായിക്കോട്ടെ. പക്ഷെ അതും പറഞ്ഞ് നീ വന്നിരുന്ന് ഇങ്ങനെ വെളുപ്പിക്കാതെ എന്റെ കുഞ്ഞു രാമ, നീ ഇങ്ങനെ കാണിക്കല്ലേ. നിന്നെ ആർക്കും അങ്ങോട്ട് നീ ഇതൊക്കെ കാണിച്ചെന്നും പറഞ്ഞ് നിന്നെ വെറുത്ത ആൾക്കാരെ നിന്നെ അങ്ങോട്ട് വന്ന് സ്നേഹിക്കുവോ? അതിന് നീയായിട്ട് നിൽക്കേ.
നീയായിട്ട് നിക്ക്. അല്ല നിന്റെ എത്തിക്സ് എന്ന് പറഞ്ഞ് നേരത്തെ ഒരു സാധനമൊക്കെ പറഞ്ഞു വന്നിരുന്നു. നീ കാണിക്കുന്നത് വേറെ, നീ പറയുന്നത് നീ തന്തേ വിറ്റ് തിന്നുവല്ലേടാ, ഞാൻ പണ്ടേ അത് തീർത്തതാണ് ആ പരിപാടി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ എന്തുവാടാ നീ? എനിക്ക് അത്ര ചോദിക്കാറുണ്ട് നിന്നോട്. എന്തൊക്കെയായിരുന്നു പുറത്ത്. അവന്റെ അച്ഛൻ അതിനകത്തേക്ക് വിളിക്കുന്നു, അച്ഛനും മോനും സംസാരിക്കുന്നു, അവരുടെ സ്നേഹപ്രകടനം, എന്റെ കഥ. അച്ഛനെ ഞാൻ ഇത്രയും നാളുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് സെൽഫ് ക്ലെൻസിങ് നടത്തി ആ വ്യക്തിക്ക് ഒരു വിലയും കൊടുത്ത് തിരിച്ചു വന്നിട്ട് സ്നേഹത്തിൽ ജീവിക്കും എന്തോ പറയുന്ന ഒരു വ്യക്തി പുറത്ത് വന്നിട്ട് വേറൊരുത്തരുടെ തന്ത അയാളെ പറ്റി പറയുന്നതാ. നീ തന്ത വിറ്റ് ജീവിക്കുമല്ലേ, ഞാൻ പണ്ടേ തന്ത വിറ്റ് ജീവിച്ചതാ. ഇങ്ങനെ എനിക്കത് അറിയാൻ പാടില്ല. അങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുമോ ഒരുത്തന്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതും നന്നായി എന്നൊക്കെ പറഞ്ഞൊരുത്തം വന്നിട്ട് വീണ്ടും വേറൊരുത്തനെ തെറി പറയുമ്പോഴത്തേക്ക് സ്വന്തം അച്ഛനെയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും കാണുന്നവര്, നീ എന്നോട് ക്ഷമിക്കണ്ട, കാണുന്നവർ ഞാൻ പറഞ്ഞതിനകത്ത് ഇവനോട് ഈ ഒരു കാര്യം പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അഭിപ്രായത്തിൽ നിങ്ങൾക്കുള്ളൊരു പെർസ്പെക്റ്റീവ് കാണുമല്ലോ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.